നമസ്തേ. ഓം ശ്രീമാത്രേ നമ. ശ്രീദേവി അസ്ട്രോളജിക്കൽ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. 2025 ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെയുള്ള ഒരു വർഷക്കാലം വൃശ്ചിക രാശിക്കാർക്ക് എങ്ങനെയായിരിക്കും, എന്തെല്ലാം ഗുണഫലങ്ങളാണ് ഉണ്ടാവുക, എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ എന്തൊക്കെ പ്രാർത്ഥനകളാണ് ചെയ്യേണ്ടത് എന്ന് നമുക്കൊന്ന് വിശദമായി പരിശോധിക്കാം. ആദ്യമായി രാശിചക്രത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായി വൃശ്ചിക രാശി എന്ന് പറയുന്നത് വിശാഖത്തിന്റെ അവസാന പാദവും അനിഴവും തൃക്കേട്ടയും ചേരുന്ന രണ്ടായകാൽ നക്ഷത്രമാണ് വൃശ്ചിക രാശി. ഇപ്പോഴത്തെ രാശി ചക്രത്തിൽ, അതായത് സൂര്യൻ ധനുവിലും മകരത്തിലുമായി ജനുവരി പകുതി വരെ ധനുരാശിയിലും പിന്നീട് മകരൻ രാശിയിലുമായി സൂര്യൻ നിൽക്കുന്നു. ഫെബ്രുവരിയിൽ മകരത്തിലും കുംഭത്തിലുമായി, മാർച്ചിൽ കുംഭത്തിലും മീനത്തിലുമായി, അങ്ങനെ 2 രാശികളിലായാണ് ഓരോ മാസവും സൂര്യൻ നിലനിൽക്കുന്നത്. സൂര്യന്റെ സഞ്ചാരപഥം അങ്ങനെയാണ്. ചന്ദ്രനാവട്ടെ ഒരു മാസം ഒരു രാശി 12 രാശിയെയും ചുറ്റി ഭ്രമണം പൂർത്തിയാക്കും. വീണ്ടും അങ്ങനെ അടുത്ത 12 രാശിയിലേക്കുള്ള പ്രയാണം തുടർന്നുകൊണ്ടിരിക്കുന്നു. ചൊവ്വയാവട്ടെ മിഥുനൻ രാശി, കർക്കിടകൻ രാശിയിലായിരുന്ന ചൊവ്വ അത് വക്രത്തിലേക്ക് പോരുകയാണ് ജനുവരിയിൽ കർക്കിടകൻ രാശിയിൽ നിന്നും മിഥുനൻ രാശിയിലേക്ക് വക്രത്തിലേക്ക് പോകുന്നു. അതൊരു 3 മാസക്കാലം ഏകദേശം ഉണ്ടാവും. അത് കഴിഞ്ഞാൽ വീണ്ടും കർക്കിടകത്തിലേക്ക് വരും. പിന്നീട് കർക്കിടകം, ചിങ്ങം അങ്ങനെ പോകും. ചൊവ്വയും അങ്ങനെ പോകുന്നു. ബുധൻ, ശുക്രൻ ഇവയൊക്കെ വളരെ കുറച്ച് സഞ്ചാരമുള്ളതാണ്. ബുധൻ വൃശ്ചിക രാശിയിൽ നിന്ന് ധനുവിലേക്ക്, ധനുവിൽ നിന്ന് മകരത്തിലേക്ക്, മകരത്തിൽ നിന്ന് കുംഭത്തിലേക്ക്, മീനത്തിലേക്ക്, ഇങ്ങനെ വളരെ കുറച്ച് ദിവസം മാത്രം സഞ്ചാരക്രമം പൂർത്തിയാക്കുന്നു. ശുക്രൻ ആണെങ്കിൽ മകരൻ രാശിയിൽ നിന്നും കുംഭൻ രാശിയിലേക്കും, കുംഭൻ രാശിയിൽ നിന്ന് മീനൻ രാശിയിലേക്കും, അതിൻ്റെ ഉച്ചസ്ഥാനത്തേക്കും പിന്നീട് അങ്ങനെ മാറി പോകുന്നു. ഒരു രാശിയിൽ വളരെ കുറച്ച് സമയമാണ്. ഇതൊന്നും വൃശ്ചിക രാശിക്കാരുടെ ജീവിതത്തെ സാരമായി ബാധിക്കുന്നില്ല. അല്പസ്വല്പം മാറ്റങ്ങളേ ഉള്ളൂ. എന്നാൽ 29/3/2025 വരെ വൃശ്ചിക രാശിക്കാർക്ക് 4-ാം ഇടത്ത് ശനി, അതായത് ശനിയുടെ സ്വക്ഷേത്രമായ കുംഭൻ രാശിയിൽ നിൽക്കുമ്പോൾ വൃശ്ചികൻ രാശിക്ക് 4-ാം ഇടത്ത് കണ്ടകശനിയാണ്. കണ്ടകശനി എന്ന് പറയുമ്പോൾ 4-ലും 7-ലും 10-ലും വരുമ്പോഴാണ്. 4-ാം ഭാവത്തിൽ വരുമ്പോൾ ഗ്രഹസംബന്ധമായ പ്രശ്നങ്ങളെ അതിജീവിക്കേണ്ടി വരുമെന്നാണ് പറയുന്നത്. ഗ്രഹനിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം മടങ്ങിപ്പോകും. വീട്ടിലെ കുടുംബാന്തരീക്ഷം അല്പം കലുഷിതമാകും. ആരോഗ്യ പ്രശ്നങ്ങൾ, കുടുംബത്തിലുള്ള അംഗങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വരാം. വീട് ഇങ്ങനെ എന്തെങ്കിലും ജപ്തി ഭീഷണിയോ അങ്ങനെ എന്തെങ്കിലും, വീട് മാറേണ്ടത് സാഹചര്യം, വീട് ക്രയവിക്രയം ചെയ്യാൻ പറ്റാതെ വിഷമിക്കുക, വാങ്ങണമെന്ന് വിചാരിക്കുന്ന സമയത്ത് വാങ്ങാൻ പറ്റായിക, കൊടുക്കാൻ വിചാരിച്ചാൽ അത് കൃത്യമായി നടക്കാൻ പറ്റാത്ത ഒക്കെ ഒരു അവസ്ഥയിലാണ് വൃശ്ചികൻ രാശിക്കാർ. 4-ാം ഇടത്ത് അസ്വാസ്ഥ്യം, കുടുംബത്തിൽ പരസ്പര ഒരു സഹകരണമില്ലായ്മയൊക്കെ 29/3/2025 വരെ 2.5 വർഷക്കാലം അനുഭവപ്പെടും. അത് 2.5 വർഷക്കാലമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. എന്നാൽ 29/3/2025 അതിൽ നിന്നൊരു മാറ്റം വരും. ശനി തൻ്റെ സ്വക്ഷേത്രത്തിൽ നിന്നും വ്യാഴക്ഷേത്രമായ മീനത്തിലേക്ക് മാറുന്നു എന്നുള്ളതൊരു വളരെ സന്തോഷമാണ്. 4-ാം ഇടത്ത് നിന്നും 5-ാം ഇടത്തേക്ക് മാറുമ്പോൾ, ശനി 5-ാം ഇടത്ത് വരുമ്പോൾ അല്പം മനസ്സിന് വിഷമമൊക്കെ ഉണ്ടാവുമെങ്കിലും അതൊരിക്കലും കണ്ടകശനിയോ ഇടതശനിയോ അഷ്ടമശനിയോ ഒന്നും അല്ലാത്തത് കൊണ്ട് ശനിയുടേതായ ദോഷങ്ങൾ വളരെ കുറഞ്ഞു കിട്ടുമെന്നുള്ളത് വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ആശ്വാസത്തിന് വക നൽകുന്നതാണ്.
പിന്നെ 15/5/2025 അതായത് 14-ാം തീയതി രാത്രി വ്യാഴം മാറുന്നു എന്നുള്ളത് ഒരു സന്തോഷം തന്നെയാണ്. എന്നാൽ വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം അഷ്ടമത്തിലേക്ക് മാറുന്നു. ഏഴാമിടത്ത് നിന്നും ഏഴാം ഭാവത്തിലാണ് വ്യാഴം നിന്നിരുന്നത്. ഏഴാം ഭാവത്തിൽ നിൽക്കുമ്പോൾ മാർഗസ്ഥാനം തെളിഞ്ഞു വരുമായിരുന്നു. ശനി അല്പം അധമത്തിലാണെങ്കിൽ പോലും വ്യാഴം അനുകൂല രാശിയിൽ നിന്നിരുന്നത് കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളെ അതിജീവിക്കുവാനൊക്കെ സാധിച്ചിരുന്നു. എന്നാൽ വ്യാഴം അഷ്ടമത്തിലേക്ക് പോകുന്നതോടുകൂടി കുറച്ച് കഷ്ടതകൾ കൂടിയൊക്കെ ഇവർക്ക് അനുഭവിക്കേണ്ടി വരും. ശനിയുടെ മാറ്റം അനുകൂലമായാലും വ്യാഴത്തിൻ്റെ സ്ഥിതി അത്ര ഗുണകരമല്ല. പിന്നെ 18/5/2025 രാഹു കേതുക്കളുടെ മാറ്റം വരുന്നു. അതായത് രാഹു കേതുക്കൾ രാഹു 5-ാം ഭാവത്തിൽ നിന്നിരുന്നതുകൊണ്ട് സന്താനങ്ങളെ കൊണ്ട് വളരെയേറെ ബുദ്ധിമുട്ടുകൾ, സന്താനങ്ങളുടെ കാര്യത്തിൽ ഒരു തീർച്ചയില്ലായ്മ, അവരുടെ വിവാഹ കാര്യത്തിൽ, അവരുടെ കുടുംബജീവിതത്തിൽ, അവരുടെ സന്താനങ്ങളുമായിട്ട് മനസ്സുകൊണ്ട് ആരോഗ്യപരമായിട്ടൊക്കെ കുറേ വിഷമങ്ങൾ അനുഭവിച്ചിരുന്നവർക്ക് അത് 4-ാം ഭാവത്തിലേക്ക് മാറുന്നത് കൊണ്ട്, രാഹു 4-ാം ഭാവത്തിലേക്ക് വരുന്നത് കൊണ്ട് വലിയ പ്രയാസങ്ങളില്ല. മനസ്സിന് കുറച്ച് ആശ്വാസവും സന്താനങ്ങളെക്കുറിച്ചുള്ള വിഷമമൊക്കെ മാറിക്കിട്ടും. അതുപോലെ തന്നെ കേതു വരുന്നത് 10-ാം ഭാവത്തിലേക്ക് മാറുന്നു എന്നുള്ളതാണ്. 10-ാം ഭാവം എന്ന് പറയുന്നത് സിംഹൻ രാശിയാണ്. അതായത് 11-ാം ഭാവത്തിൽ നിന്നും 10-ാം ഭാവത്തിലേക്ക് മാറുന്നു എന്നുള്ളതും കുറച്ച് ആശ്വാസം തന്നെയാണ്. കർമ്മസംബന്ധമായി ചെറിയ ചെറിയ തടസ്സങ്ങൾ വരാം. എന്നിരുന്നാൽ പോലും 1.5 വർഷക്കാലം കേതുവിൻ്റെ രാശിമാറ്റവും ഗണപതിയെ പ്രാർത്ഥിക്കുകയും അന്നപൂർണേശ്വരിയെ പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ആ കേതുവിൻ്റെ രാശിമാറ്റവും നാഗദേവതകൾക്ക് യഥാശക്തി വഴിപാടുകളൊക്കെ കഴിക്കുമ്പോൾ കുടുംബക്ഷേത്രങ്ങളിലൊക്കെ സർപ്പദേവതകൾക്ക് വഴിപാടൊക്കെ കഴിച്ച് രാശിനാഥയായ ഭദ്രകാളിയെ പ്രാർത്ഥിക്കുക. മകരം, കുംഭം, മീനം ഈ മാസങ്ങളിലെ കുംഭഭരണി നാളും മകരഭരണിയും കുംഭഭരണിയും മീനഭരണിയൊക്കെ വളരെ വിശേഷമാണ്. വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ 12 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന കോടിയർച്ചനയും വടക്ക് പുറത്തുപാട്ടിലും ഒക്കെ പങ്കെടുക്കുക. കൊടുങ്ങല്ലൂർ ഉത്സവത്തിലൊക്കെ പങ്കെടുക്കുക. എല്ലാ ഭദ്രകാളി ക്ഷേത്രങ്ങളിലും ഉത്സവങ്ങളുടെ കാലമാണ്. അപ്പോൾ ഈ വർഷം മുഴുവനും ഭദ്രകാളി അമ്മയെ പ്രാർത്ഥിക്കുന്നതോടുകൂടി സുബ്രഹ്മണ്യ സ്വാമിയുടെ തൈപ്പൂയത്തിനും അതുപോലെ എല്ലാ ഷഷ്ടിയും വ്രതമെടുക്കുന്നതോടുകൂടി ഷഷ്ടി നാൾ സന്താനങ്ങളുടെ സദ്ഗുണത്തിന് വേണ്ടിയിട്ട്, കുടുംബ സൗഖ്യത്തിന് വേണ്ടിയിട്ട്, ആയുരാരോഗ്യ സൗഭാഗ്യത്തിന് വേണ്ടിയിട്ടൊക്കെ വ്യാഴപ്രീതി വരുത്തുക. സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുക. ഭദ്രകാളി അമ്മയെ പ്രാർത്ഥിച്ച് കുടുംബ സൗഖ്യം നിലനിർത്തുക. ശത്രുദോഷങ്ങൾ എന്തെങ്കിലും വരാനുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് മാറ്റിയെടുക്കുന്നതിനൊക്കെ ഭദ്രകാളി 10 ജപിക്കുക, ഭദ്രകാളി സ്തവം ജപിക്കുക. അതുപോലെ ഭദ്രകാളിയുടെ കീർത്തനങ്ങളൊക്കെ ജപിക്കുന്നത്, ചൊവ്വാഴ്ച ചുവന്ന പുഷ്പങ്ങൾ ദേവിക്ക് സമർപ്പിക്കുന്നത്, സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പനിനീരഭിഷേകം, പാലഭിഷേകമൊക്കെ നടത്തുന്നതോടുകൂടി ഭസ്മത്തിൻ്റെ അഭിഷേകമൊക്കെ നടത്തുകയും ശിവക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാടൊക്കെ കഴിക്കുമ്പോൾ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമുണ്ടാവുകയും ജീവിതം കൂടുതൽ സന്തോഷപൂർണമാവുകയും കർമ്മരംഗത്ത് വരാവുന്ന എല്ലാ തടസ്സങ്ങളും മാറി സ്വസ്ഥതയും സമാധാനവും കണ്ടകശേരിയുടെ ദോഷങ്ങളും എല്ലാം മാറി തീരുന്നതാണ്. ശാസ്താവിന് പറ്റുമെങ്കിൽ ശനിയാഴ്ചകളിൽ നീരാഞ്ജനം തെളിക്കുന്നതും ഗുണഫലങ്ങൾ നൽകും. ഇനി നമുക്ക് എന്തൊക്കെ രാശിഫലങ്ങളുടെ കൂട്ടത്തിൽ എന്തെല്ലാം ഗുണഫലങ്ങളാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. സ്വജനപ്രീതിയും ജനങ്ങൾക്ക് അഭിവൃദ്ധിയും, കുടുംബാംഗങ്ങൾക്ക് തമ്മിൽ ഒരു ഐക്യതയൊക്കെ വരും. കുടുംബത്തിൽ എന്തെങ്കിലും മംഗളകാര്യങ്ങളൊക്കെ നടക്കും. കുടുംബാംഗങ്ങൾ മുഖേന എന്തെങ്കിലും സാമ്പത്തിക അഭിവൃദ്ധിയും ബന്ധുജന സഹായങ്ങളും കുടുംബത്തിൽ പലതരത്തിലുള്ള കർമ്മ ഗുണങ്ങളും വന്നു ചേരാം. സന്താനലബ്ധിയും അതിനോടൊപ്പം തന്നെ അല്പം വിഷമം വരാനുള്ള യോഗവും കാണുന്നുണ്ട്. ഗുരുജനങ്ങൾക്ക് അരിഷ്ടതകളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അധ്വാനഭാരം അല്പം കൂടും. വ്യാപാര വ്യവസായങ്ങളിൽ ലാഭങ്ങളെക്കാളേറെ നഷ്ടകഷ്ടങ്ങൾ വരാനുള്ള യോഗം കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് കുറച്ച് മടിയും അലസതയും ക്ഷീണവും ഒക്കെ വരും. പരീക്ഷകളിൽ വിജയിക്കും എന്ന് വിചാരിച്ചിരുന്നിടത്ത് അല്പം പരാജയ ഭീതിയൊക്കെ വരാം. എന്നിരുന്നാൽ പോലും രാഷ്ട്രീയ രംഗത്തുള്ളവർക്കാണെങ്കിൽ പ്രശസ്തിയും സജ്ജന ബഹുമാന്യതയൊക്കെ വരും. തിരുവള്ളക്കാവ് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ വിദ്യാർത്ഥികൾ
കുട്ടികൾ അവിടെ പോയി നാവുന്നാരായ എടുത്തു വെച്ച് പ്രാർത്ഥിക്കുന്നത്, പനഞ്ചിക്കാട്ട് കറവൂർ മൂകാംബിക, കൊല്ലൂർ മൂകാംബിക തുടങ്ങിയ ക്ഷേത്രങ്ങളിൽ ചോറ്റാനിക്കരയിലേക്ക് പോയി യഥാശക്തി പ്രാർത്ഥനകൾ നടത്തുമ്പോൾ ആ പരീക്ഷകളിൽ വരാനിരിക്കുന്ന ആ ബുദ്ധിമുട്ടുകൾ, പരീക്ഷാ ഭയമൊക്കെ മാറി ഹയഗ്രീവ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത്, ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത്, അതുപോലെ സുബ്രഹ്മണ്യ സ്വാമിക്ക് തൈപ്പൂയ നാളിൽ അമ്മയും മാതാപിതാക്കൾ, രക്ഷിതാക്കൾ, അതായത് തൈപ്പൂയ നാളിലും ഷഷ്ടിക്കുമൊക്കെ വ്രതമെടുക്കുന്നതോടുകൂടിയും പ്രാർത്ഥനകൾ നടത്തുന്നതോടുകൂടിയും കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിലുള്ള തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടും. കാർഷിക മേഖലയിലുള്ളവർക്ക് സാമ്പത്തികമായ നേട്ടങ്ങളൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. വർഷം പകുതി വരെ വർഷാദ്യം അനേകം നല്ല ഗുണഫലങ്ങൾ വരും. വർഷത്തിൻ്റെ അവസാനമാകുമ്പോൾ അല്പസ്വല്പം കഷ്ടതകൾ വരുമെങ്കിലും പ്രാർത്ഥന കൊണ്ട് എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കുവാനായിട്ട് സാധിക്കും. കഴിയുമെങ്കിൽ ഇപ്പം ലോട്ടറി പോലെയുള്ള നറുക്കെടുപ്പുകളിലൊക്കെ മത്സരിക്കാനുള്ള ഒരു യോഗം ഉണ്ടാവുകയും ഇലക്ഷനൊക്കെ നിന്ന് വിജയിക്കാനുള്ള യോഗവും കാണുന്നുണ്ട്. പല വഴികളിലൂടെ ധനം വന്നു ചേരാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് അതിനൊക്കെയുള്ള ശ്രമങ്ങൾ നടത്തണം. നമ്മൾ ഒരിക്കലും കിട്ടില്ല എന്ന് വിചാരിച്ചിരുന്ന ധനമൊക്കെ വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. തൊഴിൽ രഹിതർക്കാണെങ്കിൽ ജോലി ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട്. ജോലിയിലിരിക്കുന്നവർക്ക് സ്ഥലം മാറ്റത്തിന്, അവരാഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം കിട്ടുവാനുള്ള യോഗമുണ്ട്. ഈ ഗൃഹപ്രവേശം, വീട് പണി മുടങ്ങിക്കിടന്നിരുന്നതൊക്കെ പണി പൂർത്തിയാക്കി ഗൃഹപ്രവേശം നടത്തുവാനുള്ള യോഗമുണ്ട്. വസ്തുവാഹനമൊക്കെ ഇവിടെ ക്രയവിക്രയങ്ങൾ നടക്കുകയും മനസ്സിനിണങ്ങിയ രീതിയിലുള്ള വീട് വയ്ക്കുന്നതിനും അതുപോലെ തന്നെ വാഹനങ്ങൾ വാങ്ങുന്നതിനുമൊക്കെ യോഗം കാണുന്നു. ബിസിനസ് അല്പസ്വല്പം വിപുലീകരിക്കുവാനും അതിനുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറി എല്ലാം അനുകൂല ഭാവത്തിൽ വരുന്നതിന് ഭദ്രകാളി അമ്മയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം എല്ലാ പഞ്ചമി നാളിലും എല്ലാ അഷ്ടമി നാളിലും അമാവാസിക്കും പൗർണമിക്കും ഒക്കെ വരാഹി ദേവിയെ പ്രാർത്ഥിക്കുക, ദുർഗാദേവിയെ പ്രാർത്ഥിക്കുക. തിങ്കളാഴ്ച ദിവസവും അതുപോലെ തന്നെ പൗർണമി ദിവസവും ഒക്കെ വെളുത്ത വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് പൂജയിൽ പങ്കെടുക്കുകയും പൂജ വിജയിപ്പിക്കുകയും ചെയ്യുക. ചുമന്ന വസ്ത്രങ്ങൾ ദാനം ചെയ്യുന്നത്, ചെമ്പവിഴം ധരിക്കുന്നത്, ചുവന്ന വസ്ത്രങ്ങൾ കൊണ്ട്, ചുവന്ന പുഷ്പങ്ങൾ കൊണ്ട് ദേവിക്ക് അർച്ചന നടത്തുന്നത്, ഏലയ്ക്ക മാലയ്ക്ക് ഗണപതി ഭഗവാന് ചാർത്തുന്നതൊക്കെ വളരെ ഗുണഫലങ്ങൾ നൽകും. എല്ലാ നഷ്ടങ്ങളും മാറി ഏറ്റവും അനുകൂലമായ ഒരു ഫലം വന്നു ചേരുന്നതിന് എല്ലാ വൃശ്ചിക രാശിക്കാർക്കും സാധിക്കട്ടെ. അതിന് നാഗദേവതകളുടെയും കുടുംബപര ദേവതകളുടെയും ഇഷ്ടദൈവങ്ങളുടെയൊക്കെ അനുഗ്രഹം ഇവർക്കുണ്ടാകട്ടെ. ഹനുമാൻ സ്വാമിയും അതുപോലെ തന്നെ വരാഹി ദേവിയും ഒക്കെ പ്രത്യേകം അനുഗ്രഹം ചൊരിഞ്ഞ് ആഗ്രഹങ്ങളെല്ലാം സഫലീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.